അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണ്. കുറച്ചേറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധ സമാനമായ അല്ലെങ്കിൽ യുദ്ധമെന്ന് വിളിക്കാവുന്ന ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ചില വരികളാണ്. ഇസ്സത്ത് കാക്കേണ്ട മുസ്ലിം ഭരണാധികാരികൾ ഒറ്റുകാരായി മാറുന്ന കാഴ്ച. 2000 കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് വരുന്ന ഇറാൻ്റെ ഡ്രോണുകൾ താടിയും മീശയുമില്ലാത്ത പ്രവാചക പാരമ്പര്യം അവകാശപ്പെടുന്ന ജോർദാനിലെ അടിമ തടയുന്നുണ്ട്. ബഷാറുൽ അസദിനെ അട്ടിമറിച്ച് അധികാരത്തിലുള്ള തക്ബീരി ഭീകരൻ ജൂലനി സേനയെ അയച്ച് സിറിയൻ എയർ സ്പേസിൽ ഇറാനിയൻ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും തടയിടുന്നുണ്ട്. ഒരു ചുരിദാറിട്ട് നടന്നാൽ തന്നെ പെണ്ണായി മാറുന്ന ഈജിപ്തിലെ സീസി പണ്ടേ സിയോണിസ്റ്റുകളുടെ ദാസ്യക്കാരനാണ്. പെണ്ണാളന്മാരായ എമിറാത്തി അബ്രഹാമിക് അക്കോഡ് മതക്കാരായ ഷെയ്ഖുമാർ സ്വന്തം പൗരന്മാരെ ഉപയോഗിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇറാനെതിരെയുള്ള വാർത്തകൾ തൊടുത്തുവിടുന്നത്. തുർക്കിയിലെ ഉർദുഖാൻ ഖലീഫയ്ക്ക് പതിവ് പോലെയുള്ള അപലപന പ്രഖ്യാപനം നടത്തി സ്വന്തം രാജ്യത്ത് കസേര ഉറപ്പിക്കാനാണ് തിടുക്കം. ഖത്തറിലെ പെട്രോൾ ഷെയ്ഖുമാർ ഇസ്രായേൽ നായ്ക്കൾക്ക് ആയുധം കൊടുത്ത് സഹായിക്കുന്ന ട്രംപിന് വിമാനം നൽകി സുഖിപ്പിക്കുകയും ഫലസ്തീനിനൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന പണിയാണ്. മക്കയും മദീനയും വരുതിയിലാക്കി ഇസ്ലാമിക ലോകത്തിൻ്റെ അമീറാകാൻ തക്കം പാർത്തിരിക്കുന്ന മറ്റൊരു കൂട്ടർ ഇറാനെങ്ങാനും ഖുദ്സിൻ്റെ വിമോചന ക്രെഡിറ്റ് കൊണ്ടുപോകുമോ എന്ന ശങ്കയിൽ ഇസ്രായേലിൻ്റെ ഇഷ്ടക്കാരാണ്. ഇതിനൊക്കെ ഇടയിൽ ഡൽഹിയിലെ സൗദി എംബസി വഴി അറ്റാഷെ കൊടുക്കുന്ന നക്കാപ്പിച്ചകൾക്ക് വേണ്ടി പഴയകാല സുന്നി ഷിയ സംഘടനകളുടെ പേരു പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സൗദി ഫാൻസ് ടീമും നമുക്കിടയിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇറാഖിലും അഫ്ഗാനിലും ലിബിയയിലും സിറിയയിലും ലബനാനിലും സുഡാനിലും യമനിലുമടക്കം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നുതള്ളിയ കുരിശുദ്ധക്കാരുടെ കൂടെ കൂടാൻ ഇത്തരം ഈനാമ്പേച്ചികൾക്ക് യാതൊരു മടിയുമില്ല. ഇവർക്കിടയിലാണ് 80 കഴിഞ്ഞ ഈ വൃദ്ധൻ മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാനവും പ്രതീക്ഷയുമാകുന്നത്. ആദർശപരമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ലോകത്തിലെ 300 കോടി മുസ്ലിങ്ങളുടെ ഇസ്സത്ത് കാത്തത് ഈ മനുഷ്യനാണ്. ദീർഘായുസ് നൽകണേ നാഥ എന്നാണ് ഇതിലെ എഴുത്തുകാരൻ പറയുന്നത്. ഈ എഴുത്ത് നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയപ്പെട്ട എല്ലാ അറബ് രാഷ്ട്രങ്ങളും ചെയ്യുന്നതെന്താണോ അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ട്രംപിന് ആഡംബരം നിറഞ്ഞ അത്യാധുനികമായ വിമാനം സമ്മാനമായി നൽകി എത്രയോ കുഞ്ഞുങ്ങളെ, നിരപരാധികളായ എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ അമേരിക്കയിലെ ഭരണാധികാരിക്ക് സ്നേഹ സമ്മാനം നൽകി ഒരു അറബ് രാഷ്ട്രം. അതുപോലെ തന്നെ മറ്റൊരു അറബ് രാഷ്ട്രം മുമ്പ് ഇതേ ട്രംപിന് നല്ല ഒന്നാന്തരം സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ തന്നെ സ്വർണത്തിൽ തീർത്ത വജ്രങ്ങൾ പതിച്ച മുത്തും പവിഴവുമൊക്കെ പതിച്ച വാള് സമ്മാനമായി നൽകുന്ന കാഴ്ച. ആരെയാണ് ഇവരൊക്കെ പേടിക്കുന്നത്? ഇവരൊക്കെ പേടിക്കുന്നത് അമേരിക്കയെയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെയുമാണ്. അള്ളാഹുവിനെയാണോ ഇവർക്ക് ഭയം? അതോ നിങ്ങളെല്ലാവരും ചിന്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.